ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഇവിഎം സജ്ജീകരണം, മോക്ക് പോൾ, പിന്നെ വോട്ടെടുപ്പ് തുടങ്ങുന്ന രീതി. അതെ, ജനാധിപത്യത്തിന്റെ ആ അണിയറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കേവലം സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്ന ശാസ്ത്രീയ നടപടികളാണിവ. ആ സ്ലൈഡുകളിലെ വിവരങ്ങൾ കാണുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് മെഷീനുകൾ തമ്മിലുള്ള കണക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? തീർച്ചയായും. പ്രധാനമായും 3 ഉപകരണങ്ങളാണുള്ളത്: കൺട്രോൾ യൂണിറ്റ് അഥവാ CU, വിവിപാറ്റ്, പിന്നെ ബാലറ്റ് യൂണിറ്റ് അഥവാ BU. നമ്മൾ വോട്ട് ചെയ്യാൻ ബട്ടൺ അമർത്തുന്ന മെഷീൻ. ഇവയെ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്നതിലാണ് ആദ്യത്തെ കൗതുകം. അതെ, ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ ആദ്യം കുത്തുന്നത് വിവിപാറ്റിലേക്കാണ്. വിവിപാറ്റും വയ്ക്കുന്നു. ശരിയാണ്. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റ് പോളിംഗ് ഓഫീസറുടെ മേശപ്പുറത്തുമായിരിക്കും വെക്കുക. മോക്ക് പോളിന് ശേഷം പിന്നീട് ഇതിന്റെ സ്ഥാനങ്ങൾ മാറ്റാൻ പാടില്ല എന്നത് കർശനമായ നിയമമാണ് താനും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിവിപാറ്റിന്റെ പിന്നിൽ ഒരു പേപ്പർ റോൾ നോബുണ്ട്. അത് മെഷീൻ കൊണ്ടുപോകുമ്പോൾ ഹൊറിസോണ്ടൽ അവസ്ഥയിലായിരിക്കും അല്ലേ? അതെ, ട്രാൻസ്പോർട്ടേഷൻ മോഡിൽ. എന്നാൽ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നതിനു മുൻപ് അത് വെർട്ടിക്കൽ അവസ്ഥയിലേക്ക്, അതായത് വർക്കിംഗ് മോഡിലേക്ക് മാറ്റണം. അതൊക്കെ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ശരി, ഈ മെഷീനുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മോക്ക് പോൾ അഥവാ ട്രയൽ വോട്ടിംഗ് ആണ്. വിത്തൌട്ട് മോക്ക് പോൾ ദർ ഇസ് നോ പോൾ എന്നാണ് പറയുന്നത്. അതായത് മോക്ക് പോൾ ഇല്ലാതെ യഥാർത്ഥ വോട്ടെടുപ്പില്ല. പോളിംഗ് തുടങ്ങുന്നതിന് കൃത്യം 90 മിനിറ്റ് മുൻപ് തുടങ്ങണം. അതെ, 2 അതിലധികമോ ഏജൻസുമാരുണ്ടെങ്കിൽ തുടങ്ങാം. ആരും വന്നിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കാത്തിരിക്കണം. തുടങ്ങുമ്പോൾ തന്നെ വിവിപാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് കാലിയാണെന്ന് ഏജന്റുമാരെ കാണിക്കണം. എന്നിട്ട് കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്ത് അതിൽ വോട്ടുകളൊന്നുമില്ല എന്ന് കാണിക്കാൻ ക്ലിയർ ബട്ടൺ അമർത്തണം. നോ വോട്ട് എന്ന് ഡിസ്പ്ലേയിൽ വരും അല്ലേ? അതെ. അതിനുശേഷമാണ് കുറഞ്ഞത് 50 വോട്ടുകളെങ്കിലും ഈ മോക്ക് പോളിൽ ചെയ്യുന്നത്. നോട്ട് ഉൾപ്പെടെ എല്ലാവർക്കും വോട്ട് കിട്ടിയെന്ന് ഉറപ്പാക്കുകയും വേണം. നിർബന്ധമായും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം, എന്തിനാണ് വെറുതെ 50 തവണ ബട്ടൺ അമർത്തുന്നത്? സമയം കളയുകയാണെന്ന് തോന്നും അല്ലേ? അതെ, 10ഓ 15ഓ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ വോട്ട് വീതം ചെയ്ത് സമയം ലാഭിച്ചുകൂടെ? അങ്ങനെ ആർക്കും തോന്നാം. പക്ഷേ ഇതൊരു സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. അതായത് സങ്കൽപ്പിക്കുക, ഓരോരുത്തർക്കും ഓരോ വോട്ട് മാത്രം നൽകുന്നു. മെഷീൻ അത് കൃത്യമായി കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥ വോട്ടെടുപ്പിൽ ഒരാൾക്ക് തന്നെ 100 വോട്ടൊക്കെ വീഴല്ലോ. പലതവണ ഒരേ ബട്ടൺ അമർത്തപ്പെടും. അതെ. അപ്പോൾ മെമ്മറി കൃത്യമായി അത് കൂട്ടുന്നുണ്ടോ, അതായത് ക്യുമുലേറ്റീവ് ട്രാക്കിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന വലിയ പരിശോധനയാണിവിടെ നടക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല, മെഷീൻ ഹാങ് ആകാതിരിക്കാനും പ്രിന്റർ പേപ്പർ ജാം ആകാതിരിക്കാനും ഒരു മിനിമം ലോഡ് കൊടുത്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ഓടിച്ചു നോക്കുന്നത് പോലെയാണല്ലേ? അതന്നെ. കൗണ്ടിംഗ് ലോജിക് കൃത്യമാണെന്ന് ഉറപ്പിക്കുകയാണ്. ഇനി അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഗൗരവമുള്ളതാകുന്നത്. ഈ 50 വോട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്ന് ഒത്തുനോക്കണം. അതെ, ട്രിപ്പിൾ വെരിഫിക്കേഷൻ. ആ 3 ഘട്ടങ്ങൾ നമുക്കൊന്ന് പറയാം. ആദ്യം ഏജന്റുമാർ പേപ്പറിൽ എഴുതിവെച്ച മാനുവൽ കണക്ക്. രണ്ടാമതായി കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടണും റിസൾട്ട് ബട്ടണും അമർത്തുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന കണക്ക്. മൂന്നാമതായി വിവിപാറ്റിൽ നിന്ന് വീണ സ്ലിപ്പുകൾ പുറത്തെടുത്ത് എണ്ണുന്ന കണക്ക്. ഈ 3ഉം കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടോന്ന് ഒരു പട്ടിക ഉപയോഗിച്ച് നോക്കണം. എല്ലാം പൊരുത്തപ്പെട്ടാൽ മെഷീൻ പാസായി. ഏതെങ്കിലും ഒന്നു മാറിയാലോ? ആ മെഷീൻ അവിടെ വെച്ച് തന്നെ മാറ്റേണ്ടി വരും. പക്ഷേ ഏറ്റവും നിർണായകമായൊരു കാര്യം പോളിംഗ് ഹാൻഡ്ബുക്കിലെ 100ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ക്ലിയർ ബട്ടന്റെ കാര്യമല്ലേ? അതെ. മോക്ക് പോൾ കഴിഞ്ഞ ഉടനെ കൺട്രോൾ യൂണിറ്റിലെ വോട്ടുകൾ നിർബന്ധമായും അഴിച്ചുകളയണം. ഉദ്യോഗസ്ഥർക്ക് പറ്റാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പിഴവ് ഇതാണെന്ന് തോന്നുന്നു. ശരിക്കും സങ്കൽപ്പിക്കുക, രാവിലെ 6:30 മണിയായി, പുറത്ത് ആളുകളുടെ വലിയ ക്യൂ ആണ്. ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രഷർ കാണും. ആ തിരക്കിൽ അവർ ക്ലിയർ ബട്ടൺ അമർത്താൻ മറന്നുപോയാൽ എന്ത് സംഭവിക്കും? യഥാർത്ഥ വോട്ടുകൾ ഈ മോക്ക് പോൾ വോട്ടുകൾക്കൊപ്പം കൂടിച്ചേരും. അതെ, വോട്ടെണ്ണൽ ദിവസമായിരിക്കും അബദ്ധം എല്ലാവരും തിരിച്ചറിയുക. രജിസ്റ്ററിലെ എണ്ണവും മെഷീനിലെ എണ്ണവും തമ്മിൽ 50 വോട്ടിന്റെ വ്യത്യാസം വരും. അത് വലിയ തർക്കങ്ങൾക്ക് കാരണമാകും. ചിലപ്പോൾ വോട്ടെടുപ്പ് തന്നെ റദ്ദാക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് അത്രയും കർശനമായി പറഞ്ഞിരിക്കുന്നത്. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്?
വിവിപാറ്റ് സ്ലിപ്പുകൾ മോക്ക് പോൾ സ്ലിപ്പ് എന്ന റബ്ബർ സ്റ്റാമ്പ് വെച്ച് ഒരു കറുത്ത കവറിലാക്കി മാറ്റിവെക്കും. അതെന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വോട്ടെണ്ണൽ സമയത്ത് യഥാർത്ഥ സ്ലിപ്പുകളും ഇതും തമ്മിൽ കൂടിക്കലരാതിരിക്കാനല്ലേ? അതന്നെ. രണ്ടും വേർതിരിച്ചറിയാനാണ് കറുത്ത കവറും പിങ്ക് കടലാസ് സീലും ഉപയോഗിക്കുന്നത്. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ലേസർ പ്രിന്ററൊക്കെ വന്നാലും ഈ പഴയ മെഴുകുസീലും കടലാസീലുമൊക്കെ നമ്മുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിൽ എത്ര വലിയ പങ്കാണ് വഹിക്കുന്നത്. അതെ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള തർക്കങ്ങൾ മുൻകൂട്ടി കണ്ടൊഴിവാക്കുകയാണ്. ഇനി നമ്മൾ വോട്ടെടുപ്പിന് തൊട്ടുമുൻപുള്ള സീലിംഗ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. മെഷീനുകൾ സുരക്ഷിതമായി പൂട്ടിവെക്കുന്ന ഘട്ടം. ആദ്യം വിവിപാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് സ്ലിപ്പുകൾ മാറ്റിയ ശേഷം അത് നൂലും അഡ്രസ് ടാഗും വെച്ച് സീൽ ചെയ്യുന്നു. അതിൽ ഏജന്റുമാരും ഓഫീസറും ഒപ്പുവെക്കുകയും ചെയ്യും. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. ഈ ഗ്രീൻ പേപ്പർ സീൽ വെക്കുമ്പോൾ അതിന്റെ സീരിയൽ നമ്പർ എപ്പോഴും പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അതെ. സുരക്ഷ ഉറപ്പാക്കാനുള്ളൊരു സീല് എന്തിനാണ് എല്ലാവർക്കും കാണുന്ന രീതിയിൽ വെക്കുന്നത്? അത് ആർക്കും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെക്കുന്നതല്ലേ സുരക്ഷിതം? വളരെ സ്വാഭാവികമായൊരു സംശയമാണിത്. സുരക്ഷ എന്നാൽ രഹസ്യമായി വെക്കലാണെന്നാണ് നമ്മുടെ ധാരണ. അതെ, ആരെങ്കിലും അത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലോ? അവിടെയാണ് കാര്യം. ജനാധിപത്യത്തിൽ സുരക്ഷ എന്നാൽ സുതാര്യതയാണ്. രഹസ്യമായി വെക്കുന്നതിലല്ല ഇതിന്റെ കരുത്ത്. ഈ ഗ്രീൻ പേപ്പർ സീൽ വെറുമൊരു കടലാസല്ല. കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതുപോലെ വളരെ സുരക്ഷിതമായ പ്രസ്സുകളിലാണ് ഇതും അടിക്കുന്നത്. അതിലെ സീരിയൽ നമ്പറാണ് ആ മഷീന്റെ പാസ്പോർട്ട്. ഓ, മനസ്സിലായി. അപ്പൊ വോട്ടെടുപ്പിന് മുൻപ് ഏജന്റുമാർക്ക് ഈ നമ്പർ കുറിച്ചെടുക്കാം അല്ലേ? തീർച്ചയായും. പോളിംഗ് കഴിഞ്ഞ് മെഷീൻ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും പിന്നീട് വോട്ടെണ്ണൽ ദിവസം പുറത്തേക്കെടുക്കുമ്പോഴും അവർ ആദ്യം നോക്കുന്നത് ആ നമ്പറാണ്. അന്ന് കുറിച്ചെടുത്ത അതേ നമ്പറുള്ള സീല് തന്നെയാണോ ഇതെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. അതെ. അത് ഉള്ളിലായിരുന്നുവെങ്കിൽ സീൽ പൊട്ടിക്കാതെ പരിശോധിക്കാൻ കഴിയില്ലല്ലോ. ഇടക്കാലത്ത് ആരും മെഷീൻ തുറന്നിട്ടില്ല എന്ന് 100% ഉറപ്പിക്കാനാണ് അത് പുറത്ത് കാണിച്ചു വെക്കുന്നത്. അതിശയകരമായൊരു ലോജിക്കാണത്. സുരക്ഷ എന്നാൽ എല്ലാവർക്കും ഒത്തുനോക്കാൻ അവസരം നൽകലുമാണ് എന്നീ പ്രക്രിയ കാണിച്ചു തരുന്നു. അതെ. ഇതൊക്കെ കഴിഞ്ഞ് അവസാനമായി ആ നിമിഷം വന്നെത്തി. യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നു. ഇനി ഫോം 17A, അതായത് വോട്ടർമാരുടെ രജിസ്റ്ററാണ് കേന്ദ്ര കഥാപാത്രം. വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ ക്രമനമ്പർ, ഐഡന്റിറ്റി പ്രൂഫ്, ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം എന്നിവ ഇതിൽ നിർബന്ധമായും രേഖപ്പെടുത്തണം. 17A എനിക്കൊരു ബാങ്കിലെ ഡിപ്പോസിറ്റ് ലെഡ്ജറോട് ഉപമിക്കാൻ തോന്നുക. അതൊരു നല്ല കമ്പാരിസനാണ്. നമ്മൾ ബാങ്കിൽ പോയി പണം നിക്ഷേപിക്കുമ്പോൾ ലെഡ്ജറിൽ ഒപ്പിടാറില്ലേ, ആ പണം നമ്മുടേതാണെന്ന് ഉറപ്പിക്കാൻ? അതെ. ഇവിടെ ഓരോ വോട്ടും രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്.
ആ രജിസ്റ്ററിലെ ഓരോ ഒപ്പും ജനാധിപത്യത്തിന്റെ അക്കൗണ്ട് ബുക്കിലെ സുപ്രധാന രേഖയാണ്. വളരെ കൃത്യം. ബാങ്കിലെ പോലെ തന്നെ ഇവിടെയും കണക്കുകൾ കൃത്യമായിരിക്കണം. ഈ രജിസ്റ്ററിലെ ഒപ്പുകളുടെ എണ്ണവും കൺട്രോൾ യൂണിറ്റിലെ വോട്ടുകളും തമ്മിൽ കൃത്യമായി പൊരുത്തപ്പെടണം. ഒരു വോട്ടിന്റെ വ്യത്യാസം പോലും വരാൻ പാടില്ല. പാടില്ല. ഭാവിയിലെ എന്ത് തർക്കം വന്നാലും വോട്ട് ചെയ്തത് ആ വ്യക്തി തന്നെയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന നിയമപരമായ രേഖയാണ് ആ ഒപ്പ്. ഇലക്ട്രോണിക് ഡേറ്റയ്ക്ക് പകരം മനുഷ്യന്റെ നേരിട്ടുള്ള ഈ ഇടപെടലാണ് പ്രക്രിയയ്ക്ക് നിയമസാധ്യത നൽകുന്നത്. അതെ. വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ബൂത്തിന് ചുറ്റും പാലിക്കേണ്ട ചില നിയമങ്ങൾ കൂടിയുണ്ട്. ക്യൂ പാലിക്കേണ്ട രീതി നോക്കൂ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേകം ക്യൂ ഉണ്ട്. ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ക്യൂ ഉണ്ടാകും. എന്നാൽ കൈക്കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും എപ്പോഴും മുൻഗണന നൽകണം. അവരെ കാത്തു നിൽക്കാൻ അനുവദിക്കരുത്. വളരെ മനുഷ്യത്വപരമായ ഒരു നിയമമാണത്. പിന്നെ വസ്ത്രധാരണ ചട്ടം. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ സ്ലോഗനോ ഉള്ള തൊപ്പിയോ ഷാളോ ഒന്നും ധരിച്ചു വരാൻ പാടില്ല. പ്ലെയിനായ വസ്ത്രങ്ങൾ ധരിക്കാം. ബൂത്തിനകത്ത് എല്ലാവരും തുല്യരാണ്. ഒരാളുടെ വസ്ത്രത്തിലെ ചിഹ്നം കണ്ട് മറ്റൊരാൾ സ്വാധീനിക്കപ്പെടാൻ പാടില്ല, അല്ലേ? അതെ, അതൊരു പൂർണ്ണമായും നിഷ്പക്ഷമായ ഇടമായിരിക്കണം. ഇതിനൊപ്പം മറ്റൊരു രേഖ കൂടിയുണ്ട്, വിസിറ്റ് ഷീറ്റ്. ഒബ്സർവർമാർ, മീഡിയക്കാർ, സ്ഥാനാർത്ഥികൾ എന്നിവരൊക്കെ സന്ദർശിക്കുമ്പോൾ അതിതിൽ രേഖപ്പെടുത്തണം. ആ സമയത്ത് എത്ര വോട്ട് പോൾ ചെയ്തു എന്നതുൾപ്പെടെ അതിലെഴുതണം. അതായത് അവിടെ നടക്കുന്ന ഓരോ അനക്കവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതെ, ഒരു സിസ്റ്റം എങ്ങനെ പഴുതുകളില്ലാതെ പ്രവർത്തിക്കണമെന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ശരിക്കും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വോട്ടർ വരുന്നു, വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ തോന്നൂ. എന്നാൽ അണിയറയിൽ ഈ പറഞ്ഞ ഫോം 17A, വിവിപാറ്റ് സ്ലിപ്പുകൾ, പച്ചപ്പേപ്പർ സീലുകൾ, മോക്പോൾ എന്ന കടമ്പ എല്ലാം ചേർന്നാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർ ഉറക്കമൊഴിച്ച് വലിയ പ്രഷറിലിരുന്ന് ചെയ്യുന്ന ഈ അധ്വാനമാണ് യഥാർത്ഥ വിജയം. അതെ, ഓരോ ചെറിയ നിയമവും കേവലം ചടങ്ങല്ല, വോട്ടർമാരുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് വളരെ ശരിയാണ്. നാം ഇന്ന് വിശദമായി ചർച്ച ചെയ്ത ഈ കാര്യങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിനു മുൻപുള്ള സങ്കീർണവും സുതാര്യവുമായ തയ്യാറെടുപ്പുകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.